പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ പ്രത്യേക സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്നിൻ്റെ ദൈവവചന ചിന്തയിലേക്ക് വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇത് ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 11 വേഴ്സസ് 29. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിൻ്റെ മേൽ വന്നു. അവൻ ഗിലെയാദിലും മനശ്ശയിലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പയിൽ എത്തി. ഗിലെയാദിലെ മിസ്പയിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു. ജീവിതയാത്രയിൽ യുദ്ധങ്ങൾ സ്വാഭാവികമാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഏത് യുദ്ധങ്ങൾ ലൈഫിലുണ്ടായാലും ആ യുദ്ധത്തിന് മുമ്പ് 3 കാര്യം നമ്മുടെ മേൽ സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ ഉറപ്പും പ്രത്യാശയും ധൈര്യവുമാണ്. ഇവിടെ ഈ യുദ്ധത്തിന് മുമ്പ് യിഫ്താഹിൻ്റെ മേൽ 3 കാര്യം സംഭവിക്കുക. 1, ദ സ്പിരിറ്റ് കെയും, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. 2, ദ പവർ കെയും, ശക്തി അവൻ്റെ മേൽ വന്നു. 3, ഇത് അതോറിറ്റി കെയും, സ്തോത്രം, അധികാരം അവൻ്റെ മേൽ വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു യുദ്ധക്കളത്തിലാണെങ്കിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കത്തക്ക നിലയിൽ 3 വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഇന്നത്തെ പകൽ നിങ്ങളുടെ മേൽ ദൈവം പകരുവാൻ വിശ്വസ്തന. 1, ആത്മാവ് നിങ്ങളുടെ മേൽ വരും, ശക്തി നിങ്ങളുടെ മേൽ വരും, അധികാരം നിങ്ങളുടെ മേൽ വരും. അതിജീവിക്കുവാൻ കഴിയാത്ത ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ പ്രാപ്തരാകത്തക്ക നിലയിൽ ശക്തി, അധികാരം, ആത്മാവ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യിഫ്താഹ് തൻ്റെതല്ലാത്ത കാരണത്താൽ തിരസ്കരിക്കപ്പെട്ടവന്. ഒരുമാതിരിപ്പെട്ട ആളുകളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ അവൻ തിരസ്കരിക്കപ്പെട്ടവനായി മാറിയത്. അതിന് പ്രത്യേകമായൊരു കാരണം ഉണ്ട്. സ്തോത്രം. തിരസ്കരണം മാത്രമല്ല, ജീവിതത്തിൽ അനുഭവിച്ചത് മുഴുവൻ നഷ്ടങ്ങളാണ്. അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. അവകാശം നഷ്ടപ്പെട്ട മനുഷ്യൻ പോയി താമസിക്കുക എവിടാ? തോബിൽ ചെന്ന് പാർക്കുക. സ്തോത്രം. 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ന്യായാധിപന്മാരിൽ എഴുതിയിരിക്കുക, അങ്ങനെ ഇത്താഫ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇത്താഫിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. വർത്ത്ലെസ്, യൂസ്ലെസ്, ഒരു പ്രതീക്ഷയില്ലാത്ത നിസ്സാരന്മാരായ ചില മനുഷ്യർ. സ്തോത്രം. ദാവീദിൻ്റെ ഒക്കെ കൂടെയും ചേർന്നവരൊക്കെ നിസ്സാരന്മാരാ. നമുക്കറിയാം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ ഏത് നിസ്സാരന്മാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവത്തിനൊരു പദ്ധതി ഉള്ളപ്പോൾ 1 ശമൂവേൽ 22-ന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. 1 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ദൈവത്തിന് സ്തോത്രം. അപ്പം കടമുള്ളവർ, അതെ, കയ്പുള്ളവർ, ദൈവത്തിന് സ്തോത്രം, ഞെരുക്കമുള്ളവർ, ഇവരെല്ലാവരും രാജാവിൻ്റെ കൂടെ വന്നുകൂടിയിരിക്കുക. പക്ഷെ പിന്നീടൊരു ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, അതെ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഞെരുക്കമുള്ളവരൊക്കെ അവൻ്റെ കൂടെ നിന്നതെങ്കിലും ദൈവത്തിന് സ്തോത്രം, അടുത്ത ഒരു ചരിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവിൻ്റെ കൂടെ നിൽക്കുവാൻ ഒരു തലമുറ എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രാജാവിൻ്റെ കൂടെ നിൽക്കുവാൻ എഴുന്നേൽക്കുന്ന ആ തലമുറയുടെ ആ ചരിത്രം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ 12-ാം അധ്യായം 12-ാം അധ്യായം 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 12-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിലൊക്കെ പറയുന്നത് ഇങ്ങനെയാ: ഇസ്സാക്കാരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം കാലജ്ഞാനന്മാരായ തലവന്മാർ 200 പേർ. സ്തോത്രം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരിക്കൽ നിസ്സാരന്മാരൊക്കെയാണ് ദാവീദിൻ്റെ കൂടെ ഇറങ്ങിയതെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഇന്ന് ദൈവം അവൻ്റെ രാജത്വത്തെ ഉറപ്പിച്ചു നൽകിയപ്പോൾ ഓരോ തലമുറയിൽ നിന്നും വന്ന ആളുകൾ അവർ ഡെവലപ്ഡ് ആകുകയാണ്. അവർ രാജാവിൻ്റെ കൂടെ നിൽക്കുന്നവരായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ദൈവത്തിന് വിഷയമല്ല. നാളെ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലത്തെ ഓർത്ത് നീ നിരാശപ്പെടേണ്ട. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട. പുതിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന് നിന്നെ നിയോഗിക്കാൻ പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ! ഹല്ലേലൂയ. തിരസ്കരിക്കപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, അംഗീകാരമില്ലാത്തവരെ,
അഡ്രസ് ഇല്ലാത്തവരെ, മനുഷ്യൻ ഒരു അഡ്രസ്സും തന്നില്ലേലും ദൈവം നിന്നെ ഒരു പദ്ധതിക്ക് വേണ്ടി നിയോഗിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം നിന്നെ എക്വിപ്പ് ചെയ്യും, ദൈവം നിന്നെ സ്ട്രെങ്തൻ ചെയ്യും, ദൈവം നിന്നെ ഡെവലപ്പ് ചെയ്യും, ദൈവം നിന്നെ ഒരു പുതിയ ആത്മതലത്തിലേക്ക് എത്തിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. യുവർ ബാക്ക്ഗ്രൗണ്ട് ഡസ് നോട്ട് ക്യാൻസൽ യുവർ കോളിംഗ്. നിന്റെ ഇന്നലെയുടെ ചുറ്റുവട്ടം എന്താണെന്നുള്ളത് നിന്റെ വിളിയുമായിട്ടുള്ള ബന്ധത്തിൽ അതൊരു തടസ്സമല്ല. ദൈവത്തിൻ്റെ വിളിയെ തടയാൻ നിന്റെ ബാക്ക്ഗ്രൗണ്ടിന് കഴിയത്തില്ല. ദൈവത്തിൻ്റെ വിളിയെ തടയാൻ, നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന നിയോഗത്തെ തടയാൻ നിന്റെ ചുറ്റുവട്ടത്തിന് കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എത്രമാത്രം നീ അവഗണിക്കപ്പെട്ടവനാണെങ്കിലും, എത്രമാത്രം നീ റിജക്റ്റഡ് ആണെങ്കിലും, ഇന്നത്തെ ദിവസം എന്തോ ദൂത് സംസാരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അതിശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ട ഒരു ദൂതാ ഞാൻ പറയുന്നത്. നിന്റെ മേലുള്ള വിളി അത് ദൈവത്തിൻ്റെ വിളിയാ. ആ വിളിയെ തടയാൻ നിന്റെ ചുറ്റുപാടിന് കഴിയത്തില്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ടിന് കഴിയത്തില്ല. ഇശായിയുടെ വീട്ടിൽ ശമൂവേൽ ചെല്ലുക. ഇശായിയുടെ വീട്ടിൽ ശമൂവേൽ ചെല്ലുമ്പോൾ ശമൂവേലിന്റെ മുമ്പിലേക്ക് ഇശായി യോഗ്യതകളുള്ളവരെ എല്ലാം വിടുകയാ. പക്ഷെ അവരുടെ ഒന്നും മുമ്പിൽ അഭിഷേക തൈലം തിളയ്ക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, മുഖവും പൊക്കവും അല്ല നോക്കേണ്ടത്, മനുഷ്യൻ പുറമേ നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇന്നത്തെ പകൽ പുറമേ നോക്കി വിധിക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. സ്തോത്രം. മനുഷ്യൻ എപ്പോഴും നോക്കുന്നത് ഔട്ട്വേർഡ് ലുക്കാ, പുറമേയുള്ള ചുറ്റുപാടുകളെയാ മനുഷ്യൻ നോക്കുന്നത്. പക്ഷേ നീ പുറമെ എത്ര റിജക്റ്റഡ് ആണെങ്കിലും, നീ പുറമെ എത്ര നിസ്സാരനാണെന്ന് ലോകം പറഞ്ഞാലും, നിനക്ക് പുറമെ എത്ര അഡ്രസ്സില്ലെന്ന് ലോകം പറഞ്ഞാലും, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വിളി വലുതായതുകൊണ്ട്, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരന്മാരായ ആളുകളാ രാജാവിനോടൊപ്പം ചേർന്നത്. പക്ഷേ അവരെ ഇന്ന് രാജാവിൻ്റെ പടസൈന്യത്തിൻ്റെ ഭാഗമാക്കി ദൈവം മാറ്റുക, ദൈവം അധികാരം കൊടുക്കുക. ഇനിയും ഒരു കാര്യം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. ആ 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യനൊക്കെ നോക്കുന്നത് ഓരോ ഗോത്രത്തിൻ്റെ എണ്ണമാ. സ്തോത്രം. എന്നാൽ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവ എണ്ണമല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത്, ഹല്ലേലൂയ, 200 പേരെ ഉള്ളെങ്കിലും, ഇസ്സാക്കാരിൽ 200 പേരെ ഉള്ളെങ്കിലും അവരെല്ലാവരും മറ്റുള്ളവരെക്കാൾ അധികാരമുള്ളവരായി മാറുകയാ. അപ്പൊ ദൈവം ഒരുത്തനെ നിയോഗിച്ചാൽ എണ്ണം നോക്കിയോ, പൊക്കം നോക്കിയോ, ചുറ്റുവട്ടം നോക്കിയോ, ബാക്ക്ഗ്രൗണ്ട് നോക്കിയോ ഒന്നും അല്ല ദൈവം നിയോഗിക്കുന്നത്. ദൈവത്തിന് ഔട്ട്വേർഡ് ഒന്നും ഒരു വിഷയമേ അല്ല. ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇഫ്താഹേ, നീ എത്ര തിരസ്കരിക്കപ്പെട്ടവനാണെങ്കിലും, ദൈവത്തിന് സ്തോത്രം, നീ എത്ര അവഗണിക്കപ്പെട്ടവനാണെങ്കിലും, നിന്റെ ചുറ്റുവട്ടം എത്ര നിനക്കെതിരാണെങ്കിലും, നീ ചൂസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇഫ്താഹ് ചൂസ് ചെയ്ത ഒരു കാര്യമാണ് 11:3. ആ ദേശം വിട്ടേച്ച് അവൻ എവിടെ പോയി പാർത്തു? തോബ് ദേശത്ത് പോയി പാർത്തു. തോബ് എന്ന വാക്കിൻ്റെ അർത്ഥം, TOB, ടോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗുഡ്, നല്ലത്. സ്തോത്രം. നിന്റെ സെലക്ഷൻ നല്ലതായിരിക്കണം, നിന്റെ തെരഞ്ഞെടുപ്പ് നല്ലതായിരിക്കണം. സ്തോത്രം. നിന്റെ തെരഞ്ഞെടുപ്പാണ് നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റുന്നത്. സ്തോത്രം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ, ഒന്ന് ചേർന്ന് പറ, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക്, പ്രിയപ്പെട്ടവരെ, ഏറെ ഇഷ്ടം. ചില നഷ്ടങ്ങളൊക്കെ നീ സഹിച്ചെന്ന് വന്നാലും, ചില പ്രതിസന്ധികളൊക്കെ നീ സഹിച്ചെന്ന് വന്നാലും, ദൈവത്തിന്റെ ആലയത്തിൽ ഒരു നല്ലത് നീ തെരഞ്ഞെടുത്താൽ അവിടെയാണ് നിന്റെ ജീവിതം മാറുന്നത്. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, തോബ് അത് താൽക്കാലിക. തോബ് ഈസ് ടെമ്പററി, അത് താൽക്കാലിക. ഇന്ന് നീ തോബിലാണെങ്കിൽ ഒട്ടും ഭാരപ്പെടണ്ട, അവസരങ്ങൾ നിന്നെ തേടി വരും. ഓപ്പർച്യൂണിറ്റീസ് അതെ, നിന്നെ തേടി വരും. നിന്റെ വീട്ടിൽ വന്ന് മുട്ടും. നിന്റെ തെരഞ്ഞെടുപ്പ് ഉന്നതമാണെങ്കിൽ
സ്തോത്രം. നിന്റെ മുമ്പിൽ ചിലത് വന്ന് മുട്ടും. സ്തോത്രം. നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ചിലത് വന്ന് മുട്ടും. ഒരു കാര്യം കൂടെ ഓർത്തോണം. സ്തോത്രം. നിന്നെ നിരസിച്ചവർ നിന്നെ തിരിച്ചു വിളിക്കും. എന്താ കാരണം? ഒറ്റ കാരണമാ, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ. സ്തോത്രം. ഇഫ്താഹ് എന്ന വാക്കിന്റെ എബ്രായ വാക്ക് PATACH, പട്ടാച്ച് എന്ന പട്ടാച്ച്. ആ വാക്കിന്റെ അർത്ഥം ഹി ഓപ്പൺസ്, ഗോഡ് ഓപ്പൺസ്, ടു ഓപ്പൺ. സ്തോത്രം. ഇന്ന് പകൽ നിന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നീ എവിടാണെങ്കിലും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഒരു തുറവിയുടെ വാഗ്ദത്തമാ. വിശ്വസിക്കുന്നവരൊക്കെ ഉറക്കെ പറ, സാഹചര്യം എത്രയെല്ലാം വഴികളെ അടച്ചാലും. ഓ ഹല്ലേലൂയ. ഈ 2-ാം മാസത്തിൽ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് ചേർന്ന് പറ, എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വാഗ്ദത്തം ചിലതിനെ തുറക്കുവാനുള്ള വാഗ്ദത്തമാ. അടഞ്ഞുപോയ ചിലതിനെ ശബാരാധരാധര. സ്തോത്രം, 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 സ്തോത്രം. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. യെശയ്യാവ് 60:1. എഴുന്നേറ്റ് പ്രകാശിക്കുക. ചേഞ്ച് യുവർ പോസ്റ്റർ. നിന്റെ പൊസിഷനെ ദൈവം മാറ്റാൻ പോവുക. ഒരു ഉയർച്ചയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവുക. എഴുന്നേക്കുക. എവിടാണോ നീ കിടക്കുന്നത് അവിടെ നിന്ന് എഴുന്നേക്കുക. ജീവിതത്തിന്റെ ലോ പ്ലേസിൽ നിന്ന്, ജീവിതത്തിന്റെ നിരാശയിൽ നിന്ന്, ജീവിതത്തിന്റെ ദൈവ ആത്മീക മന്ദതയിൽ നിന്ന് your light will become. Oh, your light has come. നിന്റെ പ്രകാശം വരുന്നുണ്ട്. നിന്റെ പ്രകാശം വരുന്നു. A new season, a turning point. നിന്റെ ലൈഫിൽ ഇതുവരെ തുറക്കാത്ത ഒരു തുറവി ഈ തോവിനപ്പുറം ദൈവം ഒരുക്കാൻ പോകുകയാ. യെശയ്യാവ് 60:1-2 വിശ്വാസത്തോടെ പറഞ്ഞേ, എന്നിട്ട് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇവിടെ പറയുന്ന ലൈറ്റ് അർത്ഥമാക്കുന്നത് ജീവിതത്തിന്റെ ക്ലാരിറ്റിയാ. ഇവിടെ പറയുന്ന ലൈറ്റ് അർത്ഥമാക്കുന്നത് ജീവിതത്തിന്റെ ഡയറക്ഷനാ. ഇവിടെ പറയുന്ന ലൈറ്റ് അർത്ഥമാക്കുന്നത് ജീവിതത്തിന്റെ പ്രതീക്ഷയാ. എവിടെങ്കിലുമൊക്കെ പ്രതീക്ഷ അടഞ്ഞു പോയെങ്കിൽ, എവിടെങ്കിലുമൊക്കെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടെങ്കിൽ, എവിടെങ്കിലുമൊക്കെ ദിശ നഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ കൃത്യമായ ഡയറക്ഷനിലേക്ക് ദൈവം നിന്നെ ചൂസ് ചെയ്യുന്ന നിന്റെ ലൈഫ് സ്വാധീനിക്കപ്പെടും. എവിടെങ്കിലുമൊക്കെ ഒതുങ്ങിപ്പോയെങ്കിൽ ഈ തോപ് നിന്നെ ഷേപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാനൊരു 3 വാക്യം കൂടെ ഒരുമിച്ച് പറയാം. 2 ശമൂവേൽ 22:34, 18-ാം സങ്കീർത്തനം 33-ാം വാക്യം, ഹബക്കൂക്ക് 3:19. ഈ വാക്യങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. 18-ാം സങ്കീർത്തനത്തിന്റെ 33-ാമത്തെ വാക്യം പറയുകയാ. എന്താ പറയുന്നത്? അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി എന്നെ ഗിരികളിൽ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പകൽ നിന്റെ കാലുകൾ ദൈവം പേടമാൻ കാലാക്കി ഷേപ്പ് ചെയ്യാൻ പോവുക. നിന്റെ മനുഷ്യക്കാല് മാറാൻ പോവുക. എന്താ ഈ പേടമാന്റെ കാലിന്റെ പ്രത്യേകത? കിഴക്കാൻ തൂക്കായുള്ള മലകളിലാ പേടമാൻ കാല് വന്ന് നിൽക്കുന്നത് അല്ലേ. വലിയ പാറക്കട്ടൽ, താഴ്വശം വലിയ അഗാധമായ ഗർത്ത. ബാലൻസ് തെറ്റിയാ താഴെ പോവും. പേടമാൻ ഈ കിഴക്കാതുക്കായ മലഞ്ചെരുവിൽ ഇങ്ങനെ നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? അപ്പുറത്ത് നിൽക്കുന്ന കാട്ടുമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ, പുലി ഉൾപ്പെടെയുള്ള ജീവികൾ വലിയ ഗംഭീര സ്വരത്തിൽ അതിനെ പേടിപ്പിക്കുക. പക്ഷെ അത് ചെവി വാട്ടം പിടിച്ച് അനങ്ങാതെ നിൽക്കുക. പക്ഷെ എത്ര അലറിയാലും ഈ പുലിക്ക് പേടമാൻ നിൽക്കുന്നിടത്ത് വരാൻ പറ്റത്തില്ല. കാരണം ആ പാറ, ആ കിഴക്കാന്തൂക്കായ പാറ, അത് മറ്റു ജീവികളെ എല്ലാം ബാലൻസ് തെറ്റിക്കുന്നതാ. പക്ഷെ പേടമാൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ പാറയിൽ അവന്റെ കാലുകൾ ഭയങ്കര ബാലൻസ്ഡാ. നിന്നെ എത്രമാത്രം തള്ളി താഴെയിടാൻ ദുഷ്ട അധികാരങ്ങൾ ശ്രമിച്ചാലും നിന്റെ ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാത്ത തലത്തിൽ ഹല്ലേലൂയ. ഉറപ്പുള്ള ദൈവമക്കളെ കര ഉയർത്തി പിടിച്ച് ഉറക്കെ പറ, ശബ്ദം ഉയർത്തി ഉറക്കെ പറ. ഏതെല്ലാം ത്രെറ്റ്സ് എൻ്റെ ജീവിതത്തിന് നേരെ വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിന് നേരെ വന്നാലും, എൻ്റെ ലൈഫിന്റെ ബാലൻസ് തെറ്റാൽ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ഇന്ന് മകളെ കര ഉയർത്തി പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും.
യെസ്, ആരൊക്കെ നിന്നെ റിജക്ട് ചെയ്താലും, ആരൊക്കെ നിന്നെ ത്രട്ടം ചെയ്താലും, ആരൊക്കെ നിന്നെ അവഗണിച്ചാലും, ഇന്നത്തെ പകൽ ഞാൻ ഉറക്കെ പറയാം, നിന്റെ ലൈഫിനെ ദൈവം ഷേപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഓ ചുടാരവരവരവ, ഈ പകൽ ഉറക്കെ പറ, ഈ തോപ് എന്നേക്കുമുള്ളതല്ല, ഇത് താൽക്കാലികമാ. ഇതെന്റെ ലൈഫിനെ ഷേപ്പ് ചെയ്യുക. ഈ തോപിനപ്പുറത്ത് ഒരു വലിയ അത്ഭുതത്തിലേക്ക്. ഞാനൊന്നുകൂടെ ആവർത്തിച്ച് പറയുക, നിന്റെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോവാ. ഇന്ന് പകൽ ഒരു വലിയ പരിവർത്തനം നടക്കാൻ പോവാ. നിന്റെ കാലിനി മനുഷ്യക്കാലല്ല, നിന്റെ കാലിനി മാൻപേടക്കാലായി മാറാൻ പോവുക. പ്രതിസന്ധികളെ ഊടാരാചസി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാലൻസ് തെറ്റിയ ചില മനുഷ്യരോട് ഞാൻ പറയുകയാ, ഇച്ചിരൂടെ ലളിതമായി പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിന്റെ കൂടപ്പുറപ്പുകളുടെ റിജക്ഷൻ, നിന്റെ സഹോദരങ്ങളുടെ അവഗണന, നീ ഏറ്റവും പ്രിയപ്പെട്ടവർ നിരസിച്ചത്, കറിക്കകത്തെ കരിയാപ്പല പോലെ ചിലർ നിന്നെ റിജക്റ്റ് ചെയ്തത്, നിന്റെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിച്ചല്ലേ. പക്ഷെ ഇന്ന് പകൽ ഈ തോവിനപ്പുറം ദൈവം നിന്നെ നടത്താൻ പോവുക. നിന്റെ മനുഷ്യക്കാല് മാറാൻ പോവുക. നിന്റെ കാല് മാൻപേട കാലാകാൻ പോവുക. വിശ്വസിക്കുന്നവരൊക്കെ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചു. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയാ, നിന്റെ ലൈഫിനെ ദൈവം ഷേപ്പ് ചെയ്യാൻ പോവാ. സ്തോത്രം. മാൻപേടയുടെ കാലിന്റെ പ്രത്യേകത ഒന്നതിന്റെ ബാലൻസാ. ഏത് കിഴുക്കാൻ തൂക്കായ മലയിലും, ഏത് വഴുവഴുപ്പുള്ള സ്ഥലത്തും, ഏത് മണൽത്തരി നിറഞ്ഞ പ്രതലത്തിലും, എത്ര ആക്രോശിക്കുന്ന ശത്രുജീവികൾ എടുക്കലും അതിന്റെ ബാലൻസ് തെറ്റാതെ നിൽക്കാൻ അതിന് കഴിയും. ഇനി മാൻപേടയുടെ രണ്ടാമത്തെ പ്രത്യേകത അതിന്റെ സ്പീഡാ. ഇന്ന് പകൽ നിന്റെ ലൈഫിന്റെ സ്പീഡ് വർദ്ധിക്കാൻ പോവുക. നിന്റെ ലൈഫിന്റെ ആ മാന്ദ്യത മാറാൻ പോവുക. ഉറപ്പുള്ള ദൈവമക്കളൊക്കെ കര ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. എന്റെ മിനിസ്ട്രിയുടെ സ്പീഡ് വർദ്ധിക്കും, എന്റെ ജീവിതത്തിന്റെ സ്പീഡ് വർദ്ധിക്കും, എന്റെ ലൈഫിന്റെ സ്പീഡ് വർദ്ധിക്കും. എന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ വേഗത്തിൽ എത്തിച്ചേരും. എന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ ഈ ദിവസങ്ങളിൽ ടച്ച് ചെയ്യുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? കുറെ ദിവസമായില്ലേ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്? കുറെ ദിവസമായില്ലേ കാറ്റത്ത് പെട്ടകം ആടി ഒലയാൻ തുടങ്ങിയിട്ട്? കുറെ ദിവസമായില്ലേ പെട്ടകം ഒഴുകി നടക്കാൻ തുടങ്ങിയിട്ട്? പക്ഷെ നോഹേ, ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാം, ഇന്ന് വരെ കാണാത്തവർ അരാരാത്തിൽ നിന്റെ പെട്ടകം ഉറയ്ക്കും. നിന്റെ പെട്ടകത്തെക്കുറിച്ചുള്ള ഒരു ദൈവികം ഇതൊക്കെ മനസ്സിലാകുന്ന ദൈവമക്കൾ ഒരു അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവം നിനക്കൊരു തുറവി അനുവദിച്ചാൽ, ദൈവം നിന്റെ മുമ്പിൽ ഒരു തുറവി തന്നാൽ, ദൈവം നിന്റെ ലൈഫിന് ഒരു ഓപ്പണിംഗ് അനുവദിച്ചാൽ, അത് കാലാവസ്ഥക്കാർ പറയുന്നത് പോലല്ല. അച്ഛാ, കാലാവസ്ഥക്കാരെങ്ങനെയാ പറയുന്നത്? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ ദൈവം നിനക്കൊരു ഓപ്പണിംഗ് അനുവദിച്ചാൽ ഉണ്ടല്ലോ, കൃത്യമായൊരു ഡേറ്റ് ഉണ്ട്, കൃത്യമായൊരു തീയതിയുണ്ട്, കൃത്യമായൊരു സമയമുണ്ട്. യെസ്, വിശ്വസിക്കുന്ന ദൈവമക്കൾ പറ, കൃത്യമായൊരു സമയം. എന്നോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയാൻ പറയുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് വരുവാനായിട്ട് ബന്ധപ്പെടുകയാണ്. കാലം വൈകിയാലും അത് വരും.
ഒരു കൃത്യമായ സമയം. അരാരാത്തിൽ ഉറച്ചതിന് ഒരു കൃത്യമായ സമയമുണ്ടായിരുന്നു. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിന്നെ ഒരു പരിശീലന കളരിയിലിരുത്തിയിരിക്കുക. ഈ തോപ് എന്നും നിനക്കുള്ളതല്ല. യെസ്, മനുഷ്യർ വിചാരിക്കുക ചില അവഗണനകൾ, ചില റിജക്ഷനുകൾ, അതുകൊണ്ട് ചെന്ന് പാർക്കാൻ വേറൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് പാർക്കുന്ന സ്ഥലമാ തോപ്. ഇല്ല, ഈ തോപ് നിന്റെ പരിശീലന കളരിയ. ഈ തോപിലാ ദൈവം നിന്നെ ഒരുക്കിയെടുക്കുന്നത്. ഒരു കാര്യം കൂടെ ഓർത്തോ, ഈ തോപിൽ വെച്ച് നിന്റെ കൂടെയുള്ള നിസ്സാരന്മാരെ എല്ലാം ദൈവം മല്ലന്മാരാക്കി മാറ്റും. ശബാരാധരാധര. നിന്റെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നിസ്സാരമാ, യൂസ്ലെസ്സാ, വർത്ത്ലെസ്സാ എന്നൊക്കെ ലോകം പറയുമ്പോൾ, ഇന്ന് പകൽ ഈ തോപ് നിന്റെ കൂടെയുള്ള നിസ്സാരന്മാരെ മുഴുവൻ മല്ലന്മാരാക്കി മാറ്റുന്ന സ്ഥലമാ. ഈ തോപിനപ്പുറം ദൈവം ചിലത് തുറക്കും. എന്തൊക്കെ മനുഷ്യൻ അടച്ചോ അത് മുഴുവൻ നിന്റെ മുമ്പിൽ ദൈവം തുറക്കും. യെസ്, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുകയാ, ഗോഡ് ഓപ്പൺസ്. ഇഫ്താഹ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം തുറക്കും. ഇന്നത്തെ തോപ് താൽക്കാലികം, അതിനപ്പുറത്ത് ദൈവം തുറക്കും. എത്ര ദൈവമക്കൾ ഉറക്കെ പറയും? ശബ്ദം ഉയർത്തി പറ. ഹല്ലേലൂയ പറയാതെ ശബ്ദം ഉയർത്തി പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ദൈവം തുറക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പം എന്താ ദൈവം തുറക്കുന്നത്? ദൈവം ബുദ്ധിയെ തുറക്കും. ഞാനിന്ന് പകൽ പറയുക, നിന്റെ വീടിനൊരു മാറ്റം വരത്തക്ക നിലയിൽ നിന്റെ വീട്ടിലുള്ള ചിലതിൻ്റെ ബുദ്ധിയെ ദൈവം തുറക്കാൻ പോവാ. ഇതൊരു പ്രവചന ദൂതാണേ. ഇച്ചിരൂടെ തെളിച്ച് ഞാനത് പറയാം. യെശയ്യാ പ്രവചനം 54:13 വായിച്ചോ. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. ഈ പകല് വരെ ചിലതിൻ്റെ ഭാവിയെ കെട്ടിവെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ചില കുഞ്ഞുങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ, ഈ പകൽ നിന്നോട് ഞാൻ പറയുകയാ, നിന്റെ തോപ് തീരുക. ഈ തോപിനപ്പുറം ദൈവം ചില തലമുറകളുടെ ബുദ്ധിയെ ഓ ശബരബരബരബര ദുരാരാമ ദുരരകേ തിരിച്ചറിയേണ്ടതിന് നിങ്ങളെ കോണ്ടസ്റ്റ് ഒന്നും എടുക്കണ്ട. എനിക്കിന്ന് പകൽ നിങ്ങളോട് പറയാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ. വചനം ഉൾപ്പെടെ തിരിച്ചറിയേണ്ടതിന് ചിലതിന്റെ ബുദ്ധിയെ ദൈവം തുറക്കും. അങ്ങനാണ് ചിലതിന്റെ തിരിച്ചറിവിനെ കെട്ടിവെച്ചിരിക്കുന്ന ആ കെട്ട് ഇന്ന് പകൽ പൊട്ടിമാറാൻ പോവുക. ഹല്ലേലൂയ. ലോകമെമ്പാടും ഇരുന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക, താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ കാരണം ചിലതിൻ്റെ ബുദ്ധി കെട്ടപ്പെട്ടതാ. ഇന്ന് പകൽ ഈ തോപിനപ്പുറത്ത് നിന്റെ വീട്ടിൽ ദൈവം ചിലതിൻ്റെ ബുദ്ധിയെ തുറക്കാൻ പോകുക. Revelation and wisdom, revelation and understanding, വെളിപ്പാടിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ്. എത്ര പേര് തലമുറയെ നോക്കി പറയും? എത്ര പേര് തലമുറയെ നോക്കി പറയും? യെസ്, ഈ തോപിനപ്പുറം നിന്റെ കുഞ്ഞിന്റെ ബുദ്ധി ദൈവം തുറക്കാൻ പോവാ. അപ്പൂപ്പൻ താടി കാറ്റത്ത് പറക്കുന്നത് പോലെ നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിമണ്ഡലത്തെ കേട്ടാൽ ഒരു ശത്രുവിനെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. ഹലോ
ഒന്ന് ആവർത്തിച്ചേ. നിന്റെ മക്കളെ ഉപദേശിക്കുന്നത് കൂട്ടുകാരല്ല, നിന്റെ മക്കളെ ഉപദേശിക്കുന്നത് കമ്പ്യൂട്ടറല്ല, നിന്റെ മക്കളെ ഉപദേശിക്കുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് അല്ല. നിന്റെ മക്കൾ ആരാൽ ഉപദേശിക്കപ്പെടും? ഉറക്കെ പറ. നിന്റെ മക്കളെ ഉപദേശിക്കുന്നത് സാത്താനല്ല. നിന്റെ മക്കൾ ആരാൽ ഉപദേശിക്കപ്പെടും? ദൈവത്താൽ ഉപദേശിക്കപ്പെടും. വിശ്വസിക്കുന്നവർ ചേർന്ന് പറ, എന്റെ തലമുറ ദൈവ ശബ്ദം കേൾക്കും. സ്തോത്രം. ഈ തോപ് നിന്നെ ഷേപ്പ് ചെയ്യുന്ന സ്ഥല. ഇവിടെ ദൈവശബ്ദത്തിന് വേണ്ടി നീ കാത്തിരിക്കുന്നവനാണെങ്കിൽ ദൈവം ചിലത് തുറക്കും. ഒന്ന്, ചിലതിൻ്റെ ജ്ഞാനാത്മാവിനെ തുറക്കും. വെളിപ്പാട് 3:8, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം അവസരങ്ങളെ തുറക്കും. സ്തോത്രം. 1 ശമൂവേൽ 1:5, ദൈവ ഹന്നയുടെ ഗർഭപാത്രത്തെ തുറന്നു. ദൈവ അനുഗ്രഹങ്ങളെ തുറക്കും. ശാബാരാധാര. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 ശമൂവേൽ 6:17, എലീശ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണു തുറന്നു. ആത്മീക കണ്ണുകളെ ദൈവം തുറക്കും. ശാബാരാധാര ധീരാരവരവരവക്ഷൈകൾ കടക. യോസഫേ, ആരെല്ലാം നിന്റെ മുമ്പിൽ വാതിലടച്ചാലും ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. യോസഫിന്റെ മുമ്പിൽ ജയിലിന്റെ വാതിൽ ലോകം അടച്ചു, പക്ഷെ കൊട്ടാരത്തിന്റെ വാതില് ദൈവം അവന് വേണ്ടി തുറന്നു. ഇന്ന് പകൽ ലോകം നിന്റെ മുമ്പിൽ ജയിലറ അടയ്ക്കും, പക്ഷെ ദൈവം നിന്റെ മുമ്പിൽ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കും. യെസ്. ശാബാരാധ. ഉറപ്പുള്ളവരൊക്കെ കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. ഉൽപ്പത്തി 41, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. നീ ഒരിടത്തും മത്സരിച്ചില്ലല്ലോ, നീ ഒരിടത്തും ബാർഗെയിൻ ചെയ്തില്ലല്ലോ. നീ ചിലയിടത്തു നിന്നൊക്കെ പുറത്താക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പം ആരോടും പരിഭവിക്കാതെ ചില തോപുകളിൽ നിന്ന് പാർക്കയല്ലേ. ഈ തോപിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ അധികാരം നിന്റെ മേൽ വരും. ഈ തോവിനപ്പുറം ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കും. ഹോ, ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ദൈവം ചിലത് തുറക്കും. ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് തുറക്കുമെന്നുള്ള ഉറപ്പോട് ദൈവം എന്നെ ഷേപ്പ് ചെയ്യുന്ന, ദൈവം എൻ്റെ സ്ഥിതി മാറ്റുന്ന ഈ സ്ഥലം, എൻ്റെ സ്ഥിതി ദൈവം മാറ്റും. പ്രതീക്ഷയോട്, പ്രത്യാശയോട് ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം.